LDF-നും UDF-നുമെതിരെ കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. ഇരു സ്ഥാനാർത്ഥികളും പ്രത്യേക മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുകയാണെന്നാണ് തുഷാറിന്റെ ആരോപണം. വികസനമാണ് NDAയുടെ മതം. പുതുമുഖത്തെ സ്വീകരിക്കാൻ കോട്ടയം കാത്തിരിക്കുകയാണെന്നും തുഷാർ പ്രതികരിച്ചു. കോട്ടയത്തെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി LDF-നും UDF-നുമെതിരെ മതപ്രീണന ആരോപണവുമായി രംഗത്തെത്തിയത്. എല്ലാ സമുദായങ്ങളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം, എല്ലാ സമുദായത്തിനും ഞങ്ങൾ സഹായം കൊടുത്തിരിക്കും, എല്ലാവരോടൊപ്പം നിൽക്കുന്നവരാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക മഹത്വങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ പറയുന്ന LDF-ഉം UDF-ഉം അല്ലേ? ഇപ്പം രണ്ട് സ്ഥാനാർത്ഥികളും ആരാണ്? 2019 PC തോമസ് നേടിയ വോട്ടുകൾ പോലും UDF സ്ഥാനാർത്ഥി നേടില്ല. UDF-ന്റെ സ്ഥാനാർത്ഥി ചിലപ്പം പറയുന്ന PC തോമസ് പിടിച്ച് അത്രയും വോട്ട് ചിലപ്പോൾ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായിരിക്കും അദ്ദേഹം പറഞ്ഞത്. കോട്ടയത്തിൽ എന്ത് ഡെവലപ്മെന്റാണ് PC തോമസ് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മുൻ MP-മാരായിരുന്ന നിലവിലെ UDF LDF സ്ഥാനാർത്ഥികളെ വിലയിരുത്തിയ കോട്ടയത്തെ ജനങ്ങൾ ഇക്കുറി പുതുമുഖത്തെ സ്വീകരിക്കും. അവർ രണ്ട് മുന്നണിക്കും അറിയാം അവർ പിന്നോക്കം പോകുമെന്നുള്ളത്. അത് മനസ്സിലാക്കുന്നവരാണല്ലോ കോട്ടയത്തുള്ള ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഡെവലപ്മെന്റ് അല്ലാതെ എന്താണ് ഒരാൾ പ്രത്യേകിച്ച് ജയിപ്പിച്ചു വിട്ടിട്ട് എന്താ പ്രയോജനം? NDA സ്ഥാനാർത്ഥി വിജയിക്കണം, ഒരു പുതുമുഖം വരണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം ഞാൻ കണ്ടത്. വാഹന പ്രചരണ റാലികൾ, പഞ്ചായത്ത് തല മീറ്റിംഗുകൾ, ഭവന സന്ദർശനം തുടങ്ങിയ പരിപാടികളാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുക. റിപ്പോർട്ടർ, കോട്ടയം.